അങ്ങനെ ആർമി കുറേ തവണ എനിക്ക് മിസ്സായിട്ടുണ്ട്. ആർമി റാലി കുറേ എക്സാമും ഫിസിക്കലും എല്ലാം ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ജോബ് എവിടെയെങ്കിലും നല്ലൊരു ഗവൺമെൻറ് ജോബ്, ഏതെങ്കിലും ഒരു യൂണിഫോം ജോബ് എനിക്ക് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അവസാനം അച്ഛൻ എക്സ് ആർമി ആയിരുന്നു. അപ്പം ആർമി ആയിരുന്നു എനിക്ക് താല്പര്യം. ആർമിക്ക് ട്രൈ ചെയ്തിരുന്നു, ബട്ട് ആർമി കിട്ടിയില്ല. പക്ഷെ അതുകൊണ്ട് ഏതെങ്കിലും ഒരു യൂണിഫോം പോസ്റ്റ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. സോ SSC GD വന്നേ, അങ്ങനെ കയറി. അവന് ഇന്ത്യൻ ആർമിയിൽ കയറ്റണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ പോയു എങ്കിലും ഓട്ടത്തിലൊന്നും കിട്ടിയില്ല, സെലക്ഷൻ കിട്ടിയില്ല. ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നു, ഫിസിക്കലിൽ അവൻ ചെയ്തു. വളരെയധികം ബുദ്ധിമുട്ടിയാണ് അത് ചെയ്തത്. കാരണം ഓടിയിട്ട് വന്ന് നല്ല ടയേർഡായി. ഞാൻ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. എന്ന് വെച്ചാൽ ഒട്ടും ശക്തിയില്ലാതെയാണ് എൻ്റെ മോൻ വീട്ടിൽ വന്ന സമയത്ത് പിന്നെ ചേട്ടൻ ഓഫീസിൽ പോകാൻ നിന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ പോകണ്ട, അവനൊട്ടും വയ്യ. ഹായ്, എൻ്റെ പേര് നവീൻ MS. ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അമ്മ. അച്ഛൻ ആർമിയിലായിരുന്നു. അച്ഛൻ ഇപ്പോൾ എക്സ് സർവീസ് റിട്ടയർഡായി ഇപ്പം NCC 3K ബറ്റാലിയൻ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മ ഹൗസ് വൈഫാണ്. ഞാൻ പഠിച്ചത് KV SIP പേരൂർക്കടയിലാണ് പഠിച്ചത്. സ്റ്റാർട്ടിങ് തൊട്ടേ അവിടെ ആയിരുന്നു. 3rd സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെ KVയിലാണ് പഠിച്ചത്. അതിനുശേഷമാണ് കോളേജിലോട്ട് കയറി അഡ്മിഷൻ കിട്ടി. ഡിഗ്രിക്ക് വേണ്ടി BSc ബോട്ടണി ബയോടെക്നോളജി സെൻറ്റ് സേവിയസ് കോളേജിലാണ് പഠിച്ചത്. അവിടെ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ NCCയിലൊക്കെ ഉണ്ടായിരുന്നു. NCC ടൈമിലാണ് എനിക്ക് യൂണിഫോം ജോബായിട്ട് കുറച്ച് ക്രൈസ് കൂടിയേ. മീൻസ് യൂണിഫോം പോസ്റ്റ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം NCC വഴിയാണ് എനിക്ക് അങ്ങനെ അറ്റാച്ച്മെൻറ്റ് വന്നത്. അങ്ങനെ ഞാൻ SSC യൂണിഫോം പോസ്റ്റ് എല്ലാം, ആർമി എല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആർമി കുറേ തവണ എനിക്ക് മിസ്സായിട്ടുണ്ട്. ആർമി റാലി കുറേ എക്സാമും ഫിസിക്കലും എല്ലാം ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. കോളേജ് ടൈമിൽ ക്രിക്കറ്റും NCCയും രണ്ടിലും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് രണ്ടും കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരുന്നു. മീൻസ് ക്യാമ്പ് വരുന്ന സമയത്ത് ക്രിക്കറ്റ് മാച്ചസ്, ടൂർണമെൻറ്റ് അതൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. സോ അതൊക്കെ ഞാൻ നല്ലപോലെ മിസ്സ് ചെയ്തു. അപ്പോൾ എന്നാലും ഞാൻ അത് ബാലൻസ് ചെയ്ത് രണ്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും മോർ പാഷനായിട്ട് എനിക്ക് ക്രിക്കറ്റ് കൂടെ ആയിരുന്നു. NCC ക്യാമ്പ്സ് ഒന്നും ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല. എന്നാലും അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ ഒരു സ്ട്രെങ്ത്തിലാണ് ഞാൻ അവിടെ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തത്. അപ്പം അതിനുശേഷം പിന്നെ കോവിഡൊക്കെ വന്നതിന് ശേഷം കളി ഏജൊക്കെ ആയി. അങ്ങനെ കളി കുറച്ച് ഇതായി. ക്രിക്കറ്റ് മാച്ചസൊക്കെ മീൻസ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കുറഞ്ഞു തുടങ്ങി. അതിനുശേഷം ഞാൻ കളി ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രോപ്പ് ചെയ്യാനാണ് നോക്കിയത്. അതിനുശേഷം കോളേജ് പാസ് ഔട്ട് കഴിഞ്ഞതിന് ശേഷം ജോബ് എവിടെയെങ്കിലും നല്ലൊരു ഗവൺമെൻറ് ജോബ്, ഏതെങ്കിലും ഒരു യൂണിഫോം ജോബ് എനിക്ക് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ പേര് മണിക്കുട്ടൻ എന്നാണ്. ഞാനിപ്പോൾ NCC ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എക്സ് സർവീസാണ്. 197 ഫീൽഡ് റെജിമെൻറ്റ് ആർട്ടിലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. 14 വർഷം സർവീസ് ചെയ്ത് കേൾവിയുടെ ചെറിയൊരു പ്രശ്ന കാരണത്താൽ ഞാൻ നാട്ടിൽ വരികയാണ് ചെയ്തത്. അതിന് ശേഷമാണ് എനിക്ക് NCC ജോലി കിട്ടിയത്. ഭാര്യയും എൻ്റെ മകനും, ഒരു മകനും കൂടെ ഉണ്ട്. ഞങ്ങൾ 4 പേരടങ്ങുന്നതാണ് ചെറിയ കുടുംബം. പിന്നെ എൻ്റെ മകനെക്കുറിച്ച് പറയാനാണെങ്കിൽ അവനെ ഇന്ത്യൻ ആർമിയിൽ കയറ്റണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ പോയു എങ്കിലും ഓട്ടത്തിലൊന്നും കിട്ടിയില്ല, സെലക്ഷൻ കിട്ടിയില്ല. പിന്നെ ഏജും ഇങ്ങനെ ഓവറായി വരികയായിരുന്നു. അങ്ങനെയാണ് മോനിപ്പം CRPFൽ കിട്ടിയത്. അവൻ ആള് മിടുക്കനാണ്, NCC കേഡറ്റാണ്. പറയാൻ വാക്കുകളില്ല, അത്ര സന്തോഷത്തിലാണ്. മകൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജ് ഓവറായി വരിക, ഇനി കോഴ്സിലോട്ട് കയറാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ മോൻ സെലക്ഷൻ ആയപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഇപ്പോഴും സന്തോഷിക്കുകയാണ്. CRPFിൽ തന്നെ കിട്ടിയതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സർവീസിൽ ഇരുന്നതുകൊണ്ട് എൻ്റെ മകനെയും സർവീസിൽ കയറ്റണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം ഇപ്പോൾ സാധിച്ചതുകൊണ്ട് സന്തോഷത്തിലാണ്. രണ്ടാമത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ ക്ലാസ് കട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് ഞാൻ അവൻ്റെ ക്ലാസ്സിൽ വിടുമായിരുന്നു. അതിലെ റേസിലെ എല്ലാവർക്കും അതിൻ്റെ പ്രത്യേക നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. പറയാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഇത്തിരി ഉറക്കമൊക്കെ ഉള്ള ഒരാളാണ്. എങ്കിലും ഞാൻ സമയത്തിന് പറഞ്ഞു വിടും, ക്ലാസ്സിൽ പറഞ്ഞു വിടും. ഞാൻ ഒരുപാട് ദിവസം ക്ലാസ്സിൽ കൊണ്ട് വിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് റേസിലെ എല്ലാവർക്കും അതിൻ്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് സിന്ധു.
ഞാൻ നവീൻ്റെ അമ്മയാണ്. എൻ്റെ മോന് CRPF ജോലി കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഞങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അവൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. അപ്പം മലയാളം ഇല്ലാത്തതുകൊണ്ട് അവന് ഒരു മലയാളത്തിനോട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ കൊച്ചെങ്ങനെ PSC ടെസ്റ്റ് മലയാളത്തിലൊക്കെ എഴുതി ഒരു ഗവൺമെൻറ് ജോബിന് കയറും. ഗവൺമെൻറ് ജോബ് തന്നെയായിരുന്നു നമ്മുടെയും അവൻ്റെ ലക്ഷ്യം. അപ്പം എനിക്ക് ആ ഒരു ടെൻഷനിൽ ഞാനും ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. അന്വേഷിക്കുക, നമുക്ക് SSCയുടെ കോച്ചിങ് ക്ലാസ്സിന് പറ്റിയ ഒരു സെൻറ്റർ നീ അന്വേഷിക്കുക, SSC എഴുത് എന്ന് അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നവീൻ ഈ പറയും പോലെ റേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ ഉണ്ടമ്മ, ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് ചോദിച്ചെല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ താല്പര്യത്തോടു കൂടി SSCയുടെ കോച്ചിങ് ക്ലാസ്സിന് റേസിൽ കൊണ്ട് ചേർത്ത്. പിന്നെ തുടർന്നുള്ള അവൻ്റെ പഠനം നമ്മളത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ക്ലാസ് കറക്റ്റാ പോയാൽ മാത്രം പോരാ, വീട്ടിൽ വന്ന് കൃത്യമായിട്ട് അത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറകിൽ നിന്ന് പുഷ് ചെയ്ത് നമുക്കൊരു നല്ല പോലെ ശ്രമിച്ചാൽ മാത്രമേ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിർബന്ധമായി അവനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ നിർബന്ധമായും അത് ചെയ്തേ പറ്റുള്ളൂ, കളിയൊക്കെ കുറച്ച് ആവശ്യത്തിന് മാറ്റി വെച്ചിട്ട് നിന്റെ ലക്ഷ്യത്തിലോട്ട് തന്നെ പോകാൻ വേണ്ടി വളരെയധികം നിർബന്ധിച്ചിരുന്നു. പിന്നെ എൻ്റെ മോനും അതിനുവേണ്ടി ശ്രമിച്ചു. അതിൻ്റെ ഫലമായാണ് ഇന്ന് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി ലഭിച്ചിരിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. ഞാൻ എന്നും ചോദിക്കും ഈ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ. എക്സാം എഴുതി കഴിഞ്ഞാൽ നവീൻ അത് ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ റിസൾട്ട് നോക്കേണ്ട എല്ലാ കാര്യങ്ങളിലും. അപ്പം ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും അവനോട് ചോദിച്ചുകൊണ്ടിരിക്കും. റിസൾട്ട് വന്നോ, റിസൾട്ട് നോക്കണുണ്ടോ. അങ്ങനെ ഒരു ദിവസം ജൂണിൽ എങ്ങോണ്ടാണ് SSCയുടെ റിസൾട്ട് വന്നത്, SSC GDയുടെ. അപ്പം അതിലമ്മ എൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും മോനും കൂടെ പുറത്തൊരു കടയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് പറഞ്ഞത്. ഭയങ്കര ഹാപ്പിയായി. അപ്പം ഞാൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു, ചേട്ടാ SSCയുടെ ലിസ്റ്റിൽ അവൻ്റെ പേരുണ്ട്, കട്ട് ഓഫ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അവൻ തുടർച്ചയായിട്ട് വർക്കൗട്ട്, ഫിസിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല പോലെ എൻ്റെ മോൻ ചെയ്തു. ഒരുപാട് രാവിലെ എണീറ്റ് പോയി വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് എല്ലാം റെഡിയായി. അങ്ങനെ ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നു. ഫിസിക്കലിൽ അവൻ ചെയ്തു. വളരെയധികം ബുദ്ധിമുട്ടിയാണ് അത് ചെയ്തത്. കാരണം ഓടിയിട്ട് വന്ന് നല്ല ടയേർഡായി. ഞാൻ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. എന്ന് വെച്ചാൽ ഒട്ടും ശക്തിയില്ലാതെയാണ് എൻ്റെ മോൻ വീട്ടിൽ വന്ന സമയത്ത് പിന്നെ ചേട്ടൻ ഓഫീസിൽ പോകാൻ നിന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ പോകണ്ട, അവനൊട്ടും വയ്യ, ലീവ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ലീവ് എടുത്ത് ഇവന് ലഞ്ച് ബ്രേക്കിന് വീട്ടിൽ പോയി കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ചേട്ടൻ പോയി അവന് BSFൻ്റെ ഓഫീസിൽ പോയി അവനെ വിളിച്ചിട്ട് വന്നിട്ട് അവന് നല്ല ടയേർഡായി വന്നുകൊണ്ട് പിന്നെ നാരങ്ങ വെള്ളം മറ്റുള്ള എല്ലാ ഇതും ഞാൻ ചെയ്ത് കൊടുത്ത് ഭയങ്കര ടെൻഷനിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് പറ്റുമോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വരെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് തൊട്ട് നോക്കിയപ്പോൾ ഫീവർ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാരസെറ്റമോൾ എന്തോ വരട്ടെ, മെഡിക്കൽ എന്നിട്ട് പോലും ഞാൻ പാരസെറ്റമോൾ ഗുളിയൊക്കെ കൊടുത്ത് ശരിക്കും ഗ്ലൂക്കോസ് വാട്ടറൊക്കെ കൊടുത്ത് ചേട്ടൻ തന്നെ അന്ന് ലീവ് എടുത്ത് തിരിച്ച് അവിടെ കൊണ്ടാക്കി മെഡിക്കലിന് വേണ്ടിയിട്ട്. അങ്ങനെ മെഡിക്കലെല്ലാം പാസ്സായി. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മാസം 13-ാം തീയതി, ഈ മാസമല്ല, കഴിഞ്ഞ ഡിസംബർ 13-ാം തീയതി നമ്മുടെ കാർത്തികയുടെ അന്ന് രാത്രി ഒരു 12:30-1 മണിയായപ്പം മോൻ്റെ കോള് വരണം, അമ്മ SSCയുടെ ഫൈനൽ റിസൾട്ട് ഔട്ടായിട്ടുണ്ട്, എൻ്റെ പേരുണ്ടമ്മ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചേട്ടനെ വിളിച്ച്, ചേട്ടൻ മോൻ്റെ റിസൾട്ട് വന്നു, അവന് SSCയുടെ GDയുടെ അതിൽ ലിസ്റ്റിൽ പേരുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി. പിന്നെ ഞാൻ അവന് മോളിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച്, മോൻ ഇങ്ങോട്ട് ഇറങ്ങി വാ, നമുക്ക് സംസാരിച്ചിരിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ വിളിച്ച് ഞങ്ങൾ കുറേ നേരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ആണ് പിന്നെ അവൻ മുകളിൽ പോയി കിടന്ന് ഉറങ്ങി. അന്ന് രാത്രി ഉറക്കമില്ലാത്ത രാത്രി, സന്തോഷം കൊണ്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല, അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഇളയ മോനോടും ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് റേസിലോട്ട് പോകാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഫ്രണ്ട്സിനോടും ഞാൻ നിർബന്ധിക്കുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വീട്ടിൽ വരാറുണ്ട്. നവീൻ പഠിച്ച അക്കാഡമിയിൽ തന്നെ നിങ്ങൾ പോകണം, നല്ലതാണെന്ന് അവരെയും ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്, പോകണം എന്നുള്ള രീതിയിൽ. പിന്നെ എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ +2 കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോയി. BSc നേഴ്സിംഗ്, കാർഡിയോ വാസ്കുലർ ടെക്നോളജി, അങ്ങനെ കുറേ കോഴ്സിനൊക്കെ പോയ സമയത്ത് ഇവൻ സാധാ ഒരു ഡിഗ്രിക്കാണ് പോയത്. അപ്പം എനിക്ക് അവരൊക്കെ പഠിച്ചിറങ്ങി ജോലിക്ക് കയറിയപ്പം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്, നമ്മളും ആ വഴി വിടാത്ത കൊണ്ട് മോനൊരു ജോബ് സാധ്യത കുറയോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഡിഗ്രിയും ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് ഈ ഇതുപോലെയുള്ള എക്സാം എഴുതി എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ നവീനും ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. കാരണം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൂട്ടുകാരൻ്റെ അമ്മയൊക്കെ കാണുമ്പോൾ മോനെ എന്തെങ്കിലും ആയോ എന്നൊന്ന് ചോദിക്കുമ്പോൾ അവനും പിന്നെ 1-2 സ്ഥലങ്ങളിൽ വരാതെ ആയി. കാരണം എല്ലാവരും ചോദിക്കും ജോലി ആയില്ലേന്ന് ചോദിക്കുമ്പോൾ അവന് ചെറിയൊരു ചമ്മൽ പോലെ. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ ഇത്രയും പ്രായമായുള്ളൂ, ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പോരെ, നീ വാ എന്ന് വിളിച്ചാലും ചില സ്ഥലങ്ങളിലും വരാറില്ല. ഇപ്പം എനിക്ക് അഭിമാനത്തോടെ അവനും പോവാം, അവനെയും കൊണ്ടുപോവാം, പറയാം മോന് ജോലിയായി എന്നുള്ള കാര്യം വളരെയധികം സന്തോഷത്തോടെ തന്നെ എല്ലാവരുമായിട്ട് ഇത് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ട്.
കോവിഡ് സമയത്ത് ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ധീരജ് ചേട്ടനെ പരിചയപ്പെട്ടെ. അപ്പോൾ ധീരജ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റേസിലാണ് കാസർഗോഡോ അവിടെ ഇവിടെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് റേസിനെ കുറിച്ച് അങ്ങനെ അറിയില്ല, റേസ് അല്ല ഒരു അക്കാഡമിയെ കുറിച്ച് അങ്ങനെ അറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ട്രിവാൻഡ്രം റേസിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്കും അവിടെ വരണം, എനിക്ക് മീൻസ് പഠിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് അറിയത്തില്ല. എങ്ങനെ പഠിക്കണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് അതൊക്കെ മീൻസ് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവരെ സജഷൻ വഴി ഞാൻ ധീരജ് ചേട്ടനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ധീരജ് ചേട്ടനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെയുണ്ട്, എല്ലാം SSCയുടെയും റെയിൽവേൻ്റെയും എല്ലാ എക്സാമും ഉണ്ട്, ഇവിടെ വന്നാൽ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാം, മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. സോ അങ്ങനെ ഞാൻ വരാന്ത റേസ് ട്രിവാൻഡ്രം അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാനും അച്ഛനായിട്ട് അന്ന് പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. അത് 2022 അവസാനം ലാസ്റ്റ് മന്ത് ഡിസംബർ മന്ത് ആ ബാച്ചിലാണ് ഞാൻ കയറിയത്. അപ്പം ആദ്യം എനിക്കൊന്നും വലുതായിട്ട് അങ്ങനെ മീൻസ് എങ്ങനെ പഠിക്കണം ഒന്നും എങ്ങനെയെന്ന് അറിയില്ല. മീൻസ് എവിടെ തുടങ്ങണം, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് എൻ്റെ വീക്ക് സെക്ഷൻ, അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ ഒരേ സെക്ഷൻ വെച്ച് എൻ്റെ മെൻറ്റർ ഗോകുൽ സാറായിരുന്നു. അപ്പം സാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ മീൻസ് ഒരു പാറ്റേൺ ഉണ്ട്, അതായത് ഈസി മെത്തേഡ് അല്ല, എല്ലാം ട്രിക്സ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് പോയാൽ ഏത് എക്സാമും ക്രാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലെവലിലോട്ട് പോയി അങ്ങനെ കുറേ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു പാറ്റേൺ എനിക്ക് എങ്ങനെയെന്ന് മനസ്സിലായി, എക്സാം എങ്ങനെ എഴുതണം, SSC എക്സാം എങ്ങനെ എഴുതണം, എവിടെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മാത്സ് സെക്ഷൻ ആയിരുന്നു എനിക്ക് കുറച്ച് വീക്കർ സെക്ഷൻ. വീക്കർ എന്നല്ല, ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറില്ലായിരുന്നു മാത്സ് സെക്ഷൻ. മാത്സ് ഞാൻ പിന്നെ മീൻസ് ഞാൻ കൂടുതലും റീസണിങ്ങും ഇംഗ്ലീഷും GK കറണ്ട് അഫയേഴ്സ് അതിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്നു. മീൻസ് ഫുൾ സമയം അത് മാത്രം റെഫർ ചെയ്ത് അതിലെ സ്കോർ ചെയ്ത് മാർക്ക് മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ് മാത്സിൽ നല്ല മാർക്ക് മേടിച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു സ്കോർ നമുക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാത്സ് പഠിക്കാൻ നല്ല ലേസി ആയിരുന്നു. അതിനുശേഷം ഗോകുൽ സാറാ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്താൽ മാത്സ്. അപ്പം എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ സാറിൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ സാറെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നെ മാത്സിൽ എന്തൊക്കെ ഡൗട്ട് വന്നാലും സാർ എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ മാത്സ് ഏകദേശം ഒരു ലെവൽ എത്തി. മീൻസ് മാത്സിൽ നിന്ന് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന ലെവൽ കോൺഫിഡൻസ് എത്തി. അതിനുശേഷം എനിക്ക് എന്ത് എക്സാം എഴുതിയാലും അറ്റ്ലീസ്റ്റ് നല്ലൊരു മാർക്ക് കിട്ടുമായിരുന്നു, നല്ലൊരു എബോ കട്ട് ഓഫ് കിട്ടുമായിരുന്നു എനിക്ക് മാർക്ക്. അത് അങ്ങനെ എനിക്കൊരു എക്സാം എങ്ങനെ എഴുതണം, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യണം, മെത്തേഡ്സ് ഒക്കെ എനിക്ക് പ്രോപ്പറായി പിടികിട്ടി. അതിനുശേഷം SSCൻ്റെ പോസ്റ്റ് GD പോസ്റ്റ് എഴുതി. അങ്ങനെ SSC GD ഞാൻ 3 തവണ എഴുതിയിട്ടുണ്ടായിരുന്നു. 2 തവണ എനിക്ക് കിട്ടിയില്ല. ഈ 3ാമത്തെ തവണ എനിക്ക് കിട്ടിയത് അവരെല്ലാവരും സപ്പോർട്ട് കാരണം തന്നെ മെയിനായിട്ട് കിട്ടിയത്. കാരണം എക്സാം കുറച്ച് ടഫായിരുന്നു, എൻ്റെ ബാച്ച് എക്സാം ഭയങ്കര പാടായിരുന്നു. പക്ഷേ അത് ഞാൻ നല്ല മാർക്ക് മേടിച്ചു. അങ്ങനെ എനിക്ക് ഈ പോസ്റ്റിലോട്ട് എനിക്ക് കിട്ടി. ഇതാണ് എൻ്റെ അനിയൻ, പേര് അഭിജിത്ത് MV എന്ന. അവൻ ഡിഗ്രി തേർഡ് ലാസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്, യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിക്കുന്നത്, ജിയോഗ്രഫിയാണ് പഠിക്കുന്നത്. തിയേറ്റർ റേസിൽ പോവായിരുന്നു. അവന് യൂണിഫോം ജോബ് ഭയങ്കര താല്പര്യമായിരുന്നു. എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് ഫിസിക്കലിനും എക്സാമിനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കാരണം ഇപ്പം എൻ്റെ ഫിസിക്കലായാലും എൻ്റെ ഇപ്പം എക്സാമിൻ്റെ രീതിയിലാണെങ്കിൽ എൻ്റെ റേസിലുള്ള സ്റ്റാഫ്സും അവരെ മെൻറ്റേഴ്സും എല്ലാവരും എന്നെ എക്സാമും പാസ് ചെയ്യാൻ അവരെ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഫിസിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിഘ്നേഷ് എന്നാ പേര്. അവൻ മീൻസ് അവന് ഇതിലൊന്നും താല്പര്യമില്ല, പക്ഷേ അവൻ നമ്മളെല്ലാവരും രക്ഷപ്പെടണമെന്ന് അവൻ്റെ ആഗ്രഹം. സോ അവനും ഫിസിക്കലിൽ എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. ഫിസിക്കലിലെ വിഘ്നേഷ് ചെയ്തു, അനൂപ് എന്നെ കുറേ സപ്പോർട്ട് ചെയ്തു, കുറേ അക്കാഡമി സജസ്റ്റ് ചെയ്തു, ഫിസിക്കൽ അക്കാഡമി. അവിടെയൊക്കെ ജോയിൻ ചെയ്താൽ അവിടെ പ്രോപ്പറായിട്ട് ഫിസിക്കലൊക്കെ ചെയ്യാൻ പറ്റും, അവരെല്ലാം മെത്തേഡ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു.